ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് പൊന്നൂസ് വ്ളോഗ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മനോഹാരിത കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു മലയോര പ്രദേശമാണ് അല്ലേ? അതെ, ഇതൊരു മലയോര പ്രദേശമാണ്. റബ്ബറും തെങ്ങും കവുങ്ങും പിന്നെന്താ തേക്കും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ, കുറേ നാളൊക്കെ ആയില്ലേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയി ഒന്ന് കാണാനും ഒന്ന് ആസ്വദിക്കാനും ഒക്കെ ഒന്ന് കരുതി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ മൊത്തം കാടാണ് ഗൈസ്. എന്ത് കാട്! അല്ലെങ്കിൽ ഇങ്ങനെ ഈ മറ്റേ നമ്മുടെ ഈ വെയിലത്ത് ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ പൊടിയൂലേ ഇങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ ചപ്പൊക്കെ ഇങ്ങനെ പൊടിയലാണ്. ഇതാണ് കശുവണ്ടിയുണ്ട്, കശുമാവുണ്ട്. അതായത് അണ്ടി ഉണ്ടോ എന്ന് പോയി ഇനി തപ്പി നോക്കണം, ഉണ്ടാവുമായിരിക്കും അല്ലേ? കാണും. പിന്നെ പ്ലാവേൽ ചക്കയുണ്ട്. അപ്പം അങ്ങനെ കുറേ കാഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ മലയോര മേഖല ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു പ്രത്യേക അനുഭവമായിരിക്കും. അതായത് വയനാടിൻ്റെയും പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ വയനാടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പ്രദേശം. ആ തണുപ്പും വൈകുന്നേരത്തെ ആ ഒരു പ്രത്യേക വയനാട് പോയി നിൽക്കുന്ന ഒരു അനുഭൂതിയൊക്കെ നമുക്ക് കിട്ടും ഇവിടെ വന്ന് ഈ മലയോര പ്രദേശത്ത് നിന്നാലും. പക്ഷെ അധികമായാലും അമൃത വിഷമെന്ന് പറയുന്നിട്ടില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ഒരിടത്ത് നമ്മൾ അധികമായി നിൽക്കാൻ പാടില്ല. വയനാടിൻ്റെ കാണുന്നില്ലേ റബ്ബർ തോട്ടം ഗൈസ്? ഇതാണ് റബ്ബർ തോട്ടം. ഇത് വേറെ ആരുടെ റബ്ബർ തോട്ടം കേട്ടോ. ഇത് ഇവർ കാലാകാലങ്ങളായി ഇവരിത് വെട്ടി കുറേ ഇവരത് ഇതിൽ നിന്ന് ഫലം കണ്ടതാണ്. പിന്നെ നമ്മൾ വെച്ച റബ്ബർ ഒരു 100, 150, 200 റബ്ബർ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് വെട്ടാനൊന്നും ആയിട്ടില്ല. ഇങ്ങനെയാണ് മരത്തിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ വെട്ടണമെങ്കിലൊക്കെ എന്ത് ചെയ്യാനോ, ഇവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് ആൾക്കാരില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് വിറക്. അപ്പോൾ നമ്മൾ ഈ റബ്ബറിൽ നിന്ന് വിറക് എടുത്തിട്ട് വരുവാന്ന് പലർക്കും അറിയത്തുണ്ടാവില്ല. ഇതിങ്ങനെ നമ്മൾ വിറക്കി കോതിയിട്ട് കെട്ടിയിട്ട് പയറുവള്ളി ഇട്ട് കെട്ടും. അതായത് എന്താ പറയുക, അതൊരു പ്രത്യേക ഒരു വള്ളിയുണ്ട്. ആ വള്ളി ഇട്ട് കെട്ടിയിട്ടാണ് നമ്മൾ ഈ വിറക് എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിട്ട് കത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണല്ലോ വിറക് കത്തിക്കുന്നത്. സ്വാഭാവികം. നമുക്ക് മേളിലേക്ക് കയറാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റബ്ബർ വെട്ടും ഇങ്ങനെ. പൊതുവെ രാവിലെയുള്ള സമയത്തൊക്കെ വെളുപ്പാങ്കാലത്ത് ഏറ്റിട്ടാണ് വെട്ടാറ്. കുറേ റബ്ബറൊക്കെ ഉള്ളവർ പാട്ടം കൊടുക്കും കേട്ടോ. ചെയ്യുന്നത് പാട്ടം കൊടുത്തിട്ട് അവർ വെട്ടി അതങ്ങനെ മുതലാളിമാർക്ക് കൊടുക്കലാണ് പൊതുവെ. ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം കുറേ ഏക്കർ കണക്കിന് റബ്ബറുണ്ടേ, അതുകൊണ്ട് തന്നെ. ഇതൊക്കെ കണ്ടവരുടെ പറമ്പാണേ. അപ്പോൾ നമ്മുടെ പറമ്പാണ് അത്. നമ്മുടെ മുമ്പേ കാണുന്നതാണ് നമ്മുടെ പറമ്പ്. നമ്മുടെ പറമ്പ് നിങ്ങൾ വിചാരിക്കും എന്തൊരു കാടാണല്ലേ? ശരി, ഇവിടെ നോക്കി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നോക്കാത്തത് കൊണ്ടുള്ള കടകൾ സമയം കിട്ടുന്നില്ലല്ലോ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് കാടൊക്കെ ഉണ്ട്. എന്നാലും ഓരോ നടക്കാൻ പറ്റുന്ന അതാട്ടോ, അധികമായിട്ടൊന്നുമില്ല. നമുക്ക് റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോം മനസ്സിലാകും. ഈ പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് കാടൊക്കെ. കണ്ടോ നിൽക്കല്ലേ, അമ്മമാർ നിൽക്കല്ലേ, നോക്കല്ലേ, കാണുന്നുണ്ടോ? തൊട്ടപ്പുറത്തൊക്കെ വീടൊക്കെ ഉണ്ടോ കേട്ടോ. പിന്നെ പ്ലാവേലൊക്കെ ചക്ക ഞാൻ പറഞ്ഞില്ല, ആയി വരുന്നതൊക്കെ ഉള്ളൂ. ഇതോടെ നമ്മുടെ പറമ്പ് കഴിയുമേ. പറമ്പ് കഴിഞ്ഞ് പിന്നെ ഇത് റോഡാണ്. അതായത് ഹിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ റോഡിൻ്റെ പേര്. ഫുള്ള് റബ്ബർ തോട്ടാണ് ഈ റോഡിൻ്റെ. എവിടെയാണ് എൻഡിങ് അവിടെ വരെ ഫുള്ള് കാടാണ്. റബ്ബർ തോട്ടാണ്. കാടാണല്ലോ, ഓൾറെഡി അറിയാലോ. അല്ല രസമല്ലേ കാണാൻ? വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ പ്രദേശം വേറൊരു പ്രദേശം. അപ്പോൾ നമുക്ക് വയനാട് കൊട്ടിയൂർ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ഒരു വയനാട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം അത് നമുക്ക് പറയാം. ഇതാണ് ഗൈസ് ഫുൾ വ്യൂ. ഇതാണ് കാണുന്നുണ്ടോ? ഇതല്ലേ അതങ്ങനെ മേടിച്ചതാ.
വാവ്, നീലാകാശത്തിന്റെ വിരിമാറിൽ പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി നമ്മുടെ പഴയ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.